എല്ലാവർക്കും നമസ്കാരം. 9ാം ക്ലാസ്സിലെ ബയോളജിയുടെ 6ാമത്തെ ചാപ്റ്ററായ ക്ലാസിഫിക്കേഷൻ എന്ന പാഠഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം. നെക്സ്റ്റ്, നോട്ടോകോഡ് ആൻഡ് വെർട്ടിബ്രൽ കോളം. The notochord is a rod-like structure that appears in the place of the vertebral column during the early stages of growth or throughout the life of animals in the phylum Chordata. Phylum Chordata derived its name due to the presence of the notochord. Urochordata, Cephalochordata, and Vertebrata are the three subphyla of phylum Chordata. Notochord is seen in different forms in these organisms. In the subphylum Urochordata, the notochord is restricted only to the tail region during the larva stage. However, in organisms including the subphylum Cephalochordata, the notochord, which extends as a rod-like structure from head to tail, remains till the end of life. Whereas in subphylum Vertebrata, the notochord is present only during the embryonic stage, and as the embryo grows, it's transformed into the vertebral column. നോട്ടോകോഡും വെർട്ടിബ്രൽ കോളവും, അതായത് നട്ടെല്ലും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഫൈലം കോർഡേറ്റയിലെ ജീവികളിൽ അവയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ, അതായത് ആദ്യങ്ങളിലോ അല്ലെ ജീവിതകാലം മുഴുവനായിട്ടോ, നട്ടെല്ലിൻ്റെ സ്ഥാനത്ത്, അതായത് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിൻ്റെ സ്ഥാനത്ത് ഒരു ദണ്ട് പോലെ അല്ലേ ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചർ കാണപ്പെടും. ഇതിന് പറയുന്ന പേരാണ് നോട്ടോകോഡ്. ഈ ഫൈലം കോർഡേറ്റ എന്ന് ആ പേര് വരാനുള്ള കാരണം തന്നെ നോട്ടോകോഡിൻ്റെ സാന്നിധ്യമാണ്. അതുപോലെ തന്നെ ഫൈലം കോർഡേറ്റയെ നമ്മൾ 3 സബ്ഫൈലങ്ങളായിട്ട് തരംതിരിക്കുന്നുണ്ട്: യൂറോകോഡേറ്റ, സെഫാലോകോഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ. ഇവയിൽ വ്യത്യസ്ത തരത്തിലാണ് നോട്ടോകോഡ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സബ്ഫൈലത്തിൽ ഉൾപ്പെടുത്തിയത്. അതിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. സബ്ഫൈലം യൂറോകോഡേറ്റയ്ക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവരുടെ നോട്ടോകോഡ് ലാർവയായിട്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ വാൽഭാഗത്ത് മാത്രമായിട്ട് കാണപ്പെടും. എന്നാൽ അത് സബ്ഫൈലം അങ്ങനെ കാണപ്പെടുന്ന ജീവികളാണ്. ആ കോഡേറ്റയ്ക്ക് എക്സാമ്പിളാണ് ട്യൂണിക്കേറ്റ്, അസീഡിയ എന്ന് പറയുന്നവരൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ് യൂറോകോഡേറ്റയ്ക്ക്. എന്നാൽ സബ്ഫൈലം സെഫാലോകോഡേറ്റയിൽ ഉൾപ്പെടുന്ന ജീവികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, അവരുടെ ഹെഡ് ടു ടെയിൽ വരെ ജീവിതകാലം മുഴുവനും നോട്ടോകോഡ് കാണപ്പെടും. അത്തരത്തിലുള്ള ജീവികളെയാണ് നമ്മൾ സെഫാലോകോഡേറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ബ്രാങ്കിയോസ്റ്റോമിയ ആൻഡ് പിക്കിയ എന്നൊക്കെ പറയും കേട്ടോ, അതിന് എക്സാമ്പിളാണ്. അതുപോലെ സബ്ഫൈലം വെർട്ടിബ്രേറ്റ ആകട്ടെ, നോട്ടോകോഡ് നമ്മുടെ എംബ്രിയോണിക് സ്റ്റേജിൽ മാത്രമേ ഈ നോട്ടോകോഡ് കാണപ്പെടുത്തുള്ളൂ. എന്നാൽ അവർ വളർന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവർ വെളിയിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ആ നോട്ടോകോഡ് നമ്മുടെ ഈ പറഞ്ഞ വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ നട്ടെല്ലായിട്ട് മാറും. നമ്മുടെ ഹ്യൂമൻ ബീയിങ്സും അതുപോലെ ഈ പറയുന്ന ബേർഡ്സ് ആയിക്കോട്ടെ, അതുപോലെ ടോട്ടോയിസിൻ്റെ ഒക്കെ കൊടുത്തിരിക്കുന്ന ഫ്രോഗ് ആയിക്കോട്ടെ, ഇവരെല്ലാം ഇതിന് എക്സാമ്പിൾസ് ആണ്. വെർട്ടിബ്രേറ്റ്സിന് എക്സാമ്പിൾസ് ആണ്. കാരണം അവർക്ക് അവരുടെ എംബ്രിയോണിക് സ്റ്റേജിൽ മാത്രമേ എന്തുള്ളൂ, ഈ നോട്ടോകോഡ് ഉള്ളൂ. അവർ ഗ്രോ ചെയ്ത് ഫീറ്റസ് ആയി കഴിഞ്ഞ് ഗ്രോ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അത് എന്തായിട്ട് മാറും? വെർട്ടിബ്രൽ കോളമായിട്ട്, നട്ടെല്ലായിട്ടത് മാറും. ഇതാണ് നോട്ടോകോഡും വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ നട്ടെല്ലും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഓക്കെ, നമുക്കൊരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്, നമുക്കതൊന്ന് ഫില്ല് ചെയ്യാം. പെക്യുലാരിറ്റീസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഫൈലം ഏതാണെന്നും അതിന് എക്സാമ്പിൾ ഏതാണെന്നും നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, എങ്കിലും നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് മറൈൻ ഓർഗാനിസംസ് വിത്ത് എ സ്പൈനി ബോഡി ആയിരിക്കും. അത് ഏത് ഫൈലത്തിനകത്ത് ഉൾപ്പെടുന്നതാണ്? ബോഡിയിലെ സ്പൈൻസ് അല്ലെങ്കിൽ മുള്ളു പോലെയുള്ള പ്രൊജക്റ്റഡ് ഈ ഭാഗങ്ങളൊക്കെ ഉള്ള ജീവി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേതാണ്? എക്കിനോഡെർമേറ്റയാണ്. ഫൈലം എക്കിനോഡെർമേറ്റ. എക്സാമ്പിൾ സീ അർച്ചിൻ, സ്റ്റാർ ഫിഷ്. സെക്കൻഡ് വൺ ഈസ് ഫൈലം നെമറ്റോഡ. ഫൈലം നെമറ്റോഡയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? അത് പേജ് നമ്പർ 143 നോക്കിയാട്ടെ. ലോങ് ആൻഡ് റൗണ്ട് ബോഡിയുടെ ആനിമൽസ് ആണ്. ഫൈലം നെമറ്റോഡ ലോങ് ആൻഡ് റൗണ്ട് ബോഡിയുടെ ആനിമൽസ് ആണ്. അതുപോലെ തന്നെ എക്സാമ്പിൾസ് റൗണ്ട് വേം, ഹുക്ക് വേം. തേർഡ് വൺ ഈസ് അക്വാട്ടിക് ഓർഗാനിസം വിത്ത് മൈന്യൂട്ട് പോർസ് ത്രൂ ഔട്ട് ദെയർ ബോഡീസ്. ശരീരത്തിൽ ഹോളുകൾ, സുഷിരങ്ങളോട് കൂടിപ്പെടുന്ന ജീവി ഏതാണ്? അത് ഫൈലം പോറിഫെറയാണ്. എക്സാമ്പിൾ സ്പോഞ്ചസ്. നെക്സ്റ്റ്, അക്വാട്ടിക് ഓർഗാനിസം വിത്ത് ടെൻറ്റക്കിൾസ് ബിയറിംഗ് നിഡോബ്ലാസ്റ്റ്. നിഡോബ്ലാസ്റ്റ് കാണപ്പെടുന്ന, ടെൻറ്റക്കിൾസ് പോലെയുള്ള നിഡോബ്ലാസ്റ്റ് കാണപ്പെടുന്നവർ നിഡേരിയയാണ്. ഫൈലം നിഡേരിയ. എക്സാമ്പിൾ ഹൈഡ്ര, ജെല്ലി ഫിഷ്, എക്സെട്ര. നെക്സ്റ്റ് വൺ ഈസ് സ്നെയിൽ, ഒക്ടോപ്പസ് ആണ് എക്സാമ്പിൾ കൊടുത്തേക്കുന്നത്. സ്നെയിലും ഒക്ടോപ്പസും ഒക്കെ ഏതിൻ്റെ എക്സാമ്പിളാണ്? ഫൈലം മുളുസ്കയാണ്. അതിൻ്റെ പെക്യുലാരിറ്റി എന്താണ്? സോഫ്റ്റ് ബോഡി ഇൻ മോസ്റ്റ് ഓർഗാനിസം, എ ഷെൽ മെയ്ഡ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് കവേഴ്സ് ദ ബോഡി. നെക്സ്റ്റ്, സെഗ്മെന്റഡ് ബോഡി ഓർഗാനിസം. ബോഡിയിലെ സെഗ്മെന്റ് ഉള്ള ഓർഗാനിസം ഏതാണ്? സെഗ്മെന്റഡ് ബോഡി ഉള്ളത് അനലിഡ. ഫൈലം അനലിഡയാണ്. എക്സാമ്പിൾ എർത്ത്വർം, ലീച്ച്. ദെൻ ആർത്രോപോഡ. ആർത്രോപോഡയുടെ പെക്യുലാരിറ്റി എന്താണ്? ഓർഗാനിസം വിത്ത് ജോയിന്റ് ലെഗ്സ് ആൻഡ് എക്സോസ്കെലറ്റൻ ആണ് അതിൻ്റെ പെക്യുലാരിറ്റി. എക്സാമ്പിൾ പ്രോൺ, കോക്രോച്ച്. നെക്സ്റ്റ്, ടേപ്വേമും പ്ലാനേറിയം വരുന്നത് ഏതിലാണ്?
അത് നമ്മുടെ ഫൈലം പ്ലാറ്റിഹെൽമിന്തസ് ആണ്. അതിൻ്റെ പെക്യുലാരിറ്റി സ്മാൾ, സോഫ്റ്റ് ആൻഡ് ഫ്ലാറ്റ് ബോഡിയുടെ വേംസ് ആണ്. നെക്സ്റ്റ് കോഡേറ്റയുടെ പെക്യുലാരിറ്റി എന്താണ്? ഓർഗാനിസം വിത്ത് റോഡ് ഷേപ്പ്ഡ് നോട്ടോകോഡ് ഓർ വെർട്ടിബ്രൽ കോളം പ്രസൻ്റ് ആയിട്ടുള്ളവരാണ്. അതിൻ്റെ എക്സാമ്പിൾസ് മാൻ, ഫിഷ്, ഫ്രോഗ് എക്സെട്ര. നെക്സ്റ്റ് പേജ് നമ്പർ 146. Phylum Chordata consists of organisms having notochord. Vertebrates are included in subphylum Vertebrae of Phylum Chordata. Analyze the table 6.2 and gather additional information to understand how the organisms included in this list are further classified. അപ്പോൾ നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞ് കോർഡേറ്റയെ നമ്മൾ എങ്ങനെയൊക്കെ നോട്ടോകോഡ് ഉള്ളവരും അതിനനുസരിച്ച് രണ്ടായിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ യൂറോകോഡേറ്റ, സെഫലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ് ആണ് അവർ നമ്മൾ തരംതിരിച്ചത് പറഞ്ഞായിരുന്നു അല്ലേ. അതിനകത്ത് ഈ വെർട്ടിബ്രേറ്റ് വരുന്ന ഉൾപ്പെടുന്ന ജീവികളുണ്ട്. അതായത് നോട്ടോകോഡ് ഉള്ള ജീവികളാണ് ഇവർ. അതുപോലെ തന്നെ ഇവർ വെർട്ടിബ്രേറ്റ്സിനകത്ത് വന്നു അല്ലേ, നട്ടലുള്ളവരായിട്ട് വന്നു. ഇതിനെ വീണ്ടും നമ്മൾ തരംതിരിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നാണ് നമുക്ക് ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഈ വെർട്ടിബ്രേറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്കൊന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് സബ് ഫൈലം വെർട്ടിബ്രേറ്റ. ഓക്കെ, വെർട്ടിബ്രേറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. സൂപ്പർ ക്ലാസ് ഏതൊക്കെയാണ് വരുന്നത് നോക്കിയട്ടെ. പിസസ് ആൻഡ് ടെട്രാപോഡ. പിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവിങ് ഫിൻസ്, ചിറകുകളുള്ളവ. അടുത്തത് ടെട്രാപോഡാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവിങ് ലിംസ്, അവർക്ക് കാലുകളുള്ളവ എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി അവരെ വീണ്ടും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ, അവരുടെ ക്ലാസ്സുകൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയട്ടെ. ഫസ്റ്റ് വൺ ഈസ് കോൺട്രിക്തിസ്. കോൺട്രിക്തിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? കാർട്ടിലേജിനസ് ഫിഷസ് ആണ്, അതായത് തരുണാസ്ഥിയുള്ള മത്സ്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്, കോൺട്രിക്തിസിനകത്ത് വരുന്നത്. നെക്സ്റ്റ് ഓസ്റ്റിക്തിസ് ഉണ്ട്. ഓസ്റ്റിക്തിസിനകത്ത് വരുന്നത് ബോണി ഫിഷസ് ആണ്, ബോണി ആയിട്ടുള്ള അല്ലെ അസ്ഥി ഉള്ള ഫിഷസ് ആണ് ഓസ്റ്റിക്സിനകത്ത് വരുന്നത്. ഇനി ഇവരുടെ കോമൺ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സ്കെയിൽസ് ആർ ദെയർ ഇൻ ദ ബോഡി. ഹെർട്ട് ഈസ് 2 ചേമ്പേർഡ്. ഇവരുടെ പ്രത്യേകത ശരീരത്തിലെ സ്കെയിൽ അല്ലെങ്കിൽ ശൽക്കങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹൃദയത്തിന് 2 ചേമ്പേഴ്സാണ്, 2 അറകളാണുള്ളത്. ഈ 2 ഫിഷസിനെല്ലാം എങ്ങനെയാണ്? 2 ചേമ്പേഴ്സാണ് ഹൃദയത്തിൻ്റെ ഉള്ളത്. നമുക്ക് 4 അറകളല്ലേ ഉള്ളത്. അപ്പം ഫിഷിനൊക്കെ എങ്ങനെയാണ്? 2 അറകളാണുള്ളത്. ഇനി അവരുടെ ഹാബിറ്റാറ്റ്, അവരുടെ ആവാസം എവിടെയാണ്? വാട്ടറിലാണ്. അവർ വാട്ടറിലാണ് താമസിക്കുന്നത്. ഇനി മീൻസ് ഓഫ് ലോക്കോമോഷൻ, അവർക്ക് ചലനത്തിനായിട്ട് അവരെ എന്താണ് സഹായിക്കുന്നത്? ഫിൻസ് ആണ്, ചിറകുകളാണ് സഹായിക്കുന്നത്. ഇനി റെസ്പിറേറ്ററി ഓർഗൻ, ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്താണ്? ഗിൽസ് ആണ്. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ, ഗിൽസ് ആണ് ഫിഷസിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറഞ്ഞത്. അതിന് എക്സാമ്പിൾ നോക്കിയാട്ടെ. ഈ നമ്മൾ ആദ്യം പറഞ്ഞ കോൺട്രിക്തിസിൻ്റെ എക്സാമ്പിളാണ് ഷാർക്ക് അതിൻ്റെ എക്സാമ്പിളാണ്. ഇനി അതുപോലെ തന്നെ ബോണി ഫിഷസ് ആയ ഓസ്റ്റിക്തിസിന് എക്സാമ്പിളാണ് റോഹു, മാക്രൽ, പേൾ സ്പോട്ട്, അതായത് നമ്മുടെ അയല, ഈ റോഹു എന്ന് പറഞ്ഞ മീൻ, അതുപോലെ തന്നെ കരിമീൻ, അതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? ഈ ഓസ്റ്റിക്തിസിന് എക്സാമ്പിളാണ്. ഈ എക്സാമ്പിളുകളെല്ലാം താഴെ ഒരു കോളം കൊടുത്തിരിക്കുന്നുണ്ട്, യെല്ലോ കളറിലെ കോളം, അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്നാണ് എടുത്തിവിടോട്ട് എഴുതുന്നത്. അതിനകത്ത് ഷാർക്ക് എന്ന് പറയുന്നത് എന്തിനകത്ത് വരുന്നതാണ്? കോൺട്രിക്തിസിനകത്ത് വരുന്ന എക്സാമ്പിളാണ്. അതുപോലെ ഓസ്റ്റിക്തിസിനകത്ത് എക്സാമ്പിളാണ് ഈ റോഹു, മാക്രൽ, പേൾ സ്പോട്ട്, കരിമീൻ എന്ന് പറയും. ഇവരൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, ഇനി ടെട്രാപോഡയ്ക്കകത്ത്, സൂപ്പർ ക്ലാസ് ടെട്രാപോഡയ്ക്കകത്ത് വരുന്നവരുടെ ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആംഫീബിയ, റെപ്റ്റൈല, ഏവ്സ്, മമേലിയ. ആംഫീബിയ എന്ന് വെച്ചാൽ ആംഫീബിയൻസ് ആണ്, ഉഭയജീവികൾ എന്നാണ് പറയുന്നത്. അടുത്ത റെപ്റ്റൈല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരകങ്ങൾ എന്ന് പറയുന്നു. ഏവ്സ് മീൻസ് പക്ഷികളാണ്. അടുത്തത് മമേലിയ മീൻസ് മാമൽസ് ആണ്. നമുക്കിനി എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകത എന്ന് നോക്കാം. അപ്പം നമുക്ക് കുറച്ചുകൂടെ അതിനെക്കുറിച്ച് മനസ്സിലാവും. നോക്കിയാട്ടെ, ആംഫീബിയ അല്ലെങ്കിൽ ആംഫീബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ദ ലൈഫ് സൈക്കിൾ ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ. ഇവരുടെ പ്രത്യേകത കരയിലും ജലത്തിലുമായിട്ട് അവർക്ക് താമസിക്കാൻ കഴിവുള്ളവരാണ്. മോയിസ്റ്റ് ആൻഡ് സ്ലിമ്മി സ്കിന്നായിരിക്കും. ലേ എഗ്സ്, ഇവരുടെ ശരീരം ഈർപ്പമുള്ളതും വഴുവഴുപ്പുള്ളതും ഒക്കെ ആയിരിക്കും. ഇവർ മുട്ടയിടുന്ന ജീവികളാണ്. ഇനി റെസ്പിറേറ്ററി ഓർഗൻസ് എന്തൊക്കെയാണ്? ഇവർ രണ്ടിടത്തും ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ലെങ്സും സ്കിന്നും അതുപോലെ മ്യൂക്കസ് മെംബ്രെയിനും ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? മൗത്തിലൊരു മ്യൂക്കസ് മെംബ്രെയിനും ഉണ്ട് റെസ്പിറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ 2 കരയിലും വെള്ളത്തിലും ജീവിക്കുന്നത് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ അവർക്ക് എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? റെസ്പിറേഷന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഓർഗൻസ് ആണ്. അവരുടെ നമ്പർ ഓഫ് ഹേർട്ട് ചേമ്പേഴ്സ് നോക്കിയാട്ടെ, 3 ആണ്. 3 അറകളാണ് ഇവരുടെ ഹൃദയത്തിനുള്ളത്. ആർക്ക്? ആംഫീബിയൻസിന്. എക്സാമ്പിൾ നോക്കാം. ഫ്രോഗ്, ട്രീ ഫ്രോഗ്, സലമാണ്ടർ. അപ്പോൾ സലമാണ്ടറും ഫ്രോഗും ട്രീ ഫ്രോഗും ഒക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? ആംഫീബിയൻസിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് റെപ്റ്റൈല അല്ലെങ്കിൽ റെപ്റ്റൈൽസ് അല്ലെങ്കിൽ ഉരകങ്ങൾ എന്ന് പറയും. നോക്കിയാട്ടെ, റെപ്റ്റൈൽസ് ഡ്രൈ സ്കിന്ന്, സ്കെയിൽസ് ആർ ദെയർ ഇൻ ദി ബോഡി, നെയിൽസ് ഓൺ
ഡിജിറ്റ്സ്. അപ്പോൾ നോക്കിയിട്ട് എക്സെപ്റ്റ്സ് ഇൻ സ്നേക്സ്. അപ്പോൾ ഇവർ ഇഴജന്തുക്കളാണ്. ഉരകങ്ങൾ എന്ന് വെച്ചാൽ ഇഴജന്തുക്കളാണ്. അവരുടെ ശരീരം എന്ന് വെച്ചാൽ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നായിരിക്കും. ശരീരത്തിൽ ഈ പറഞ്ഞ പോലെ സ്കെയിൽസ് കാണപ്പെടും. അതുപോലെ തന്നെ വിരലുകൾക്ക് വിരലുകളിൽ അവർക്ക് നഖങ്ങളൊക്കെ ഉള്ളവരാണ് ഇത് പറഞ്ഞത്. അതിനകത്തെ സ്നേക്സിന് മാത്രം അങ്ങനെ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് എക്സെപ്റ്റ് സ്നേക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സ്നേക്സും എന്തിനകത്ത് ഉൾപ്പെടുന്നത്? റെപ്റ്റൈലിലാണ് ഉൾപ്പെടുന്നത്. ഇനി അവരുടെ റെസ്പിറേറ്ററി ഓർഗൻസ് നോക്കിയാട്ടെ. അവരുടേത് ലങ്സ് ആണ് റെസ്പിറേറ്ററി ഓർഗൻസ്. ഇനി നമ്പർ ഓഫ് ഹേർട്ട് ചേമ്പേഴ്സോ 3 ആണ്. ഇവരുടെ നമ്പർ ഓഫ് ഹേർട്ട് ചേമ്പർ, ഹൃദയത്തിന്റെ അറകൾ 3 ആണ്. റീപ്രൊഡക്റ്റീവ് മെത്തേഡ് എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അവർ ലേയിങ് എഗ്സ് ആണ്. അവരെന്തിടുന്നതാണ്? മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ജീവികളാണ്. എക്സാമ്പിൾ നോക്കിയട്ടെ. ക്രൊക്കഡൈല്, വൈപ്പർ, അതുപോലെ തന്നെ വാൾ ലിസാർഡ്, ഗാർഡൻ ലിസാർഡ്, അതായത് നമ്മുടെ ഓന്ത്, പല്ലി എന്നിവയൊക്കെ. അതുപോലെ തന്നെ അലിഗേറ്റർ, സ്നേക്ക്, ഇതൊക്കെ. അലിഗേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീങ്കണ്ണിയാണ്. ചീങ്കണ്ണി, പിന്നെ സ്നേക്ക്, ഇതെല്ലാം വൈപ്പറും എല്ലാം എന്തിന് എക്സാമ്പിളാണ്? റെപ്റ്റൈലേക്ക് എക്സാമ്പിളാണ്. നെക്സ്റ്റ് ഏവ്സ് അല്ലെങ്കിൽ ബേർഡ്സ്. ബോഡി ഈസ് കവേർഡ് വിത്ത് ഫെതേഴ്സ്, വിങ്സ്, ക്ലോസ് ഓൺ ഡിജിറ്റ്സ്. അതായത് അവർക്ക് തൂവലുകളാലൊക്കെ പൊതിഞ്ഞിട്ടുള്ള ശരീരമായിരിക്കും, ചിറകുകൾ ഉണ്ടായിരിക്കും. അവരുടെ വിരലുകളിലും നഖങ്ങൾ കാണപ്പെടുന്നവരാണ്. ഇന്നൊക്കെ റെസ്പിറേറ്ററി ഓർഗൻസ് എന്താണെന്ന്? ലങ്സ് ആണ് റെസ്പിറേറ്ററി ഓർഗൻസ്. നമ്പർ ഓഫ് ഹേർട്ട് ചേമ്പേഴ്സ് നോക്കിയിട്ട് 4 ആണ്. നമ്മളെ പോലെ തന്നെയാണ് ബേഡ്സിനും 4 അറകളാണ് ഹൃദയത്തിനുള്ളത്. അവരുടെ റീപ്രൊഡക്റ്റീവ് മെത്തേഡോ ലേയിങ് എഗ്സ്, മുട്ടയിടുന്നവരാണ് അവര്. ഇനി അതിന് എക്സാമ്പിൾ നോക്കിയട്ടെ. കിവി, ക്രോ, ഡൊമസ്റ്റിക് ഫോള്, അതുപോലെ തന്നെ പീജിയണ്, പെൻഗ്വിന് ഒക്കെ ഇതിന് എക്സാമ്പിളുകളാണ്. നെക്സ്റ്റ് മമേലിയ അല്ലെങ്കിൽ മാമൽസ്, സസ്തനികൾ എന്ന് പറയും. നോക്കിയാട്ടെ. ബോഡി ഈസ് കവേർഡ് വിത്ത് ഹെയർ ഓർ ഫർ, നെയിൽസ് ഓൺ ഫിംഗേഴ്സ് ആൻഡ് ടോസ്, ലാക്ടേറ്റ്, റെസ്പിറേറ്ററി ഓർഗൻസ്, ലങ്സ് ആണ്. അപ്പോൾ നമ്മുടെ ബോഡി എങ്ങനെയുള്ളതാണ്? രോമങ്ങളായിട്ട് പൊതിഞ്ഞിട്ടുള്ള ശരീരമാണ്. വിരലുകളിൽ നഖങ്ങളൊക്കെ ഉണ്ട്. പാലൂട്ടുന്നവരാണ്. നമുക്കറിയാം മാമൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലൂട്ടി കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവരെയാണ് നമ്മൾ മാമൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓർഗൻസ് എന്ന് പറഞ്ഞാൽ, റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലങ്സ് ആണ്. നമ്പർ ഓഫ് ഹേർട്ട് ചേമ്പേഴ്സ് നമ്മുടെ എങ്ങനെയാണ്? 4 ആണ്, 4 ആണ്. ഇനി റീപ്രൊഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗിവിംഗ് ബർത്ത്, കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. കാറ്റ്, കൗവ്, ഡോൾഫിന്, എലിഫന്റ്, ടൈഗർ, ഹ്യൂമന് എല്ലാം ഇതിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ഹേർട്ട് ചേമ്പേഴ്സ് ഓഫ് ക്രൊക്കഡൈൽ ആൻഡ് അലിഗേറ്റർ. മുതലയുടെയും ചീങ്കണ്ണിയൊക്കെ എന്നിവയുടെയൊക്കെ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ബോത്ത് ക്രൊക്കഡൈൽസ് ആൻഡ് അലിഗേറ്റേഴ്സ് ഹാവ് 4 ചേമ്പേർഡ് ഹേർട്ട്സ്. ഇവർക്ക് രണ്ടുപേർക്കും 4 അറകളുള്ള ഹൃദയമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് നോക്കാം. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽസ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് കിങ്ഡം. പ്ലാന്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഡിവിഷൻസ് ഓൺ ദ ബേസിസ് ഓഫ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ഇൻ ദി ബോഡി സ്ട്രക്ചർ, വാസ്കുലർ സിസ്റ്റം ആൻഡ് സീഡ് ഫോർമേഷൻ. അപ്പോൾ നമുക്കറിയാം ജന്തുക്കളെ വിവിധ ഭാഗങ്ങളായിട്ട് വർഗ്ഗീകരിച്ചത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇനി അതിൻ്റെ തന്നെ ബോഡി ഷേപ്പ്, ബോഡി സ്ട്രക്ചർ എങ്ങനെയാണെന്നും, അതുപോലെ തന്നെ അവരുടെ വാസ്കുലർ സിസ്റ്റം, അതായത് സംവഹന വ്യവസ്ഥയുണ്ടല്ലോ, സൈലം ഫ്ലോയത്തിലൂടെയുള്ള വാട്ടറിൻ്റെയും മിനറൽസിൻ്റെയും ട്രാൻസ്പോർട്ടിൻ്റെയും, അതുപോലെ തന്നെ അവരുടെ സീഡ് ഫോർമേഷനൊക്കെ എങ്ങനെയാണെന്നൊക്കെ സാമ്യ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്ലാന്റ്സിനെ ഏതൊക്കെ രീതിയിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്, അല്ലെ അവരെ എങ്ങനെയൊക്കെയാണ് വർഗീകരിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ്. നമുക്കറിയാം പ്ലാന്റിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത് ഡിവിഷൻ ഓഫ് കിങ്ഡം പ്ലാന്റേക്കകത്താണ് അവർ വരുന്നത്, അല്ലേ? പ്ലാന്റേക്കകത്താണ് വരുന്നത്. ഇനി ഇവരെ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും 5ആയിട്ട് ഇവരെ തരംതിരിച്ചിരിക്കുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആൽഗെ, ബ്രയോഫൈറ്റ, ടിറിഡോഫൈറ്റ, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. അപ്പോൾ എന്താണ് ആൽഗെ നോക്കിയാട്ടെ. ഫസ്റ്റ് വൺ ഈസ് algae. Most of them are aquatic. The body called the thallus is not differentiated into root, stem and leaves as in higher plants. Both sexual and asexual modes of reproduction are seen. Vascular tissues are absent. Example, Spirogyra sargassum. അതായത് ഇവർ ആൽഗകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൽഗകൾ, പായലുകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? ഇവരെന്ന് വെച്ചാൽ മിക്കവയുടെയും ഇവർ കാണപ്പെടുന്നത് അക്വാട്ടിക് ആണ്, അല്ലേ? ജലത്തിൽ കാണപ്പെടുന്നവരാണ് ഇവർ. ഇതുപോലെ തന്നെ ഇവരുടെ ബോഡി പറയുന്ന പേര് താലസ് എന്നാണ് പറയുന്നത്. അത് അങ്ങനെ പറയാൻ കാരണം, അല്ലെ അങ്ങനെ വിശേഷിപ്പിക്കുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു മുതിർന്ന സസ്യങ്ങളുടേതുപോലെ റൂട്ടോ അതല്ലെങ്കിൽ ലീഫോ അല്ലെങ്കിൽ സ്റ്റെമ്മോ അങ്ങനൊന്നും ഈ പ്ലാന്റിനില്ല. ഇവർക്ക് അങ്ങനെ ഒരു റൂട്ട്, സ്റ്റെമ്മ് അല്ലെങ്കിൽ ലീഫ് അങ്ങനെയൊന്നുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഗൻസും അല്ലെ ഒരു കാര്യങ്ങളും അവർക്കില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ബോഡിയെ പറയുന്ന പേര് താലസ് എന്നാണ്. ഇനി ഇവരുടെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയാട്ടെ. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, എസെക്ഷൽ മോഡിലുള്ള റീപ്രൊഡക്ഷനും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ബോഡിയിൽ അല്ലെങ്കിൽ ഈ പ്ലാന്റിൽ വാസ്കുലാർ ടിഷ്യൂസ് ആബ്സെന്റ് ആണ്. വാസ്കുലാർ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
സൈലവും ഫ്ലോയവുമാണ് വാസ്കുലാർ ടിഷ്യൂസ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ, വാട്ടറും മിനറൽസും ഒക്കെ ലീഫിലേക്ക് എത്തിക്കുകയും അതുപോലെ തിരിച്ച് അവിടെ നിന്നും ന്യൂട്രിയൻസിനെ കൊണ്ടുവരികയും ചെയ്യുന്ന സൈലവും ഫ്ലോയത്തിനെ എല്ലാം കൂടെ നമ്മൾ ഉൾപ്പെടുത്തി വാസ്കുലാർ ടിഷ്യൂസ് എന്നായിരുന്നു പറഞ്ഞത്. ഇവർക്ക് പ്ലാന്റ്സിനകത്ത് ഇവർക്ക് ലീഫും റൂട്ടും സ്റ്റെമ്മും ഒന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ഇവർക്ക് ഇതിൻ്റെ ഈ വാസ്കുലാർ ടിഷ്യൂസിൻ്റെ ആവശ്യവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ശരീരത്തിൽ എന്തില്ല, വാസ്കുലാർ ടിഷ്യൂസ് ആബ്സെൻ്റ് ആണ്. എക്സാമ്പിൾ നോക്കിയാട്ടെ, സ്പൈറോഗൈറയാണ്. ആദ്യം കൊടുത്തിരിക്കുന്ന പിക്ചർ സ്പൈറോഗൈറ എന്ന് പറയുന്ന ആൽഗയുടെയാണ്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് സർഗാസം. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. സർഗാസം സി, സർഗാസം എന്ന് പറയുന്ന ഒരു ആൽഗ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കടൽ, ചെങ്കടൽ പോലെ എന്നൊക്കെ, സോറി, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടായിരുന്നല്ലോ. സർഗാസം സി, ചെങ്കടലല്ല, സർഗാസം സി എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. എക്സാമ്പിൾ നേരത്തെ 8ാം ക്ലാസ്സിൽ നമ്മളത് പഠിച്ചതാണ്. ഓക്കെ, അത് രണ്ടുമാണ് ആൽഗയ്ക്ക് എക്സാമ്പിൾ. നെക്സ്റ്റ് ബ്രയോഫൈറ്റ. ബ്രയോഫൈറ്റ നോക്കിയാട്ടെ, മോസ്റ്റ്ലി ഫൗണ്ട് ഓൺ മോയിസ്റ്റ് സർഫസ്. ദെയർ ആർ പാർട്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ്. റീപ്രൊഡക്ഷൻ ഈസ് ഡൺ ത്രൂ ഗാമേറ്റ്സ് ആൻഡ് സ്പോർസ്. വാസ്കുലർ ടിഷ്യൂസ് ആർ ആബ്സെന്റ്. അപ്പോൾ ഇവരും ഫൗണ്ട് ചെയ്യുന്നത് മോയിസ്റ്റ് ആയിട്ടുള്ള സർഫസിലാണ്, അല്ലെ ഈർപ്പമുള്ള പ്രതലങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഈ മതിൽ പോലുള്ള അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഈർപ്പം പിടിച്ചിരിക്കുന്ന സമയത്ത് മഴയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഒരുമാതിരി പായല് കറത്തില്ലേ, അവരൊക്കെ ഈ ബ്രയോഫൈറ്റ്സിന് എക്സാമ്പിളുകളാണ്. ഇവർക്കും പാർട്സ് ആയിട്ടുള്ള ഈ റൂട്ടും സ്റ്റെമ്മും ലീഫും ഒക്കെ ഇവർക്കുണ്ട് കേട്ടോ. ഇവർക്ക് എന്ത് കാണപ്പെടുന്നുണ്ട്, ഈ റൂട്ടും സ്റ്റെമ്മും ഇലയൊക്കെ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഗ്യാമേറ്റ്സ് വഴിയുമുണ്ട്. അതുപോലെ സ്പോർസ്, ചെറിയ പൂമ്പൊടി പോലുള്ള സംഭവങ്ങൾ, സ്പോർസ് പോലെയും അതുപോലെ ഗ്യാമേറ്റുകൾ വീണിട്ട് പൂവിൽ വീണിട്ട് ഉള്ള രീതിയിലുള്ള റീപ്രൊഡക്ഷനും ഇവരുടെ ഈ പ്ലാന്റിൽ നടക്കുന്നുണ്ട്. ഇവർക്കും വാസ്കുലാർ ടിഷ്യൂസ് ആബ്സെൻ്റ് ആണ്. ഇവർ ചെറിയ പ്ലാന്റ് ആണ് ബ്രയോഫൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ. അപ്പോൾ ഇവർക്കും എന്തിൻ്റെ ആവശ്യമില്ല, ഒത്തിരി സ്ഥലങ്ങളിലേക്ക് ഈ പറയുന്ന വെള്ളം ഇതൊക്കെ വലിച്ചെടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇവർ കാണുന്നത് തന്നെ മോയിസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ്, അല്ലേ. അതുകൊണ്ട് ഇവർക്ക് എന്തില്ല, വാസ്കുലാർ ടിഷ്യൂസ് ആബ്സെൻ്റ് ആണ്. എക്സാമ്പിൾ നോക്കിയാട്ടെ, റെക്സിയ, ഫ്യൂണേറിയ. ഈ ഫ്യൂണേറിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കൊച്ചിലെ കുട്ടികൾ കളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ അതിൻ്റെ ആ തല പോലെ ഇരിക്കുന്ന പോർഷനൊക്കെ എടുത്ത് നമ്മൾ കളിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഫ്യൂണേറിയ എന്ന് പറയുന്നത്. ബ്രയോഫൈറ്റയും ആ പായൽ പോലെ നമ്മൾ കാണപ്പെടുന്ന സാധനമാണ് ബ്രയോഫൈറ്റ. ഓക്കെ, അടുത്തത് ടെറിഡോഫൈറ്റ. ടെറിഡോഫൈറ്റ ആണ്, അവിടെ പി സൈലന്റ് ആണ് കേട്ടോ. ടെറിഡോഫൈറ്റ എന്നാണ് ഞാൻ പറയുന്നത്. നോക്കിയാട്ടെ, മെയിൻലി ടെറസ്ട്രിയൽ പ്ലാന്റ്, റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ് ഹാവ് ബീൻ ഫോംഡ്. റീപ്രൊഡക്ഷൻസ് ഈസ് മെയിൻലി ത്രൂ സ്പോർസ്. വാസ്കുലാർ ടിഷ്യൂസ് വിത്ത് സിമ്പിൾ സ്ട്രക്ചർ ആർ സീൻ. ഇവർ മെയിനായിട്ട് കാണപ്പെടുന്നത് ടെറസ്ട്രിയൽ, കരയിലാണ് കാണപ്പെടുന്നത്. റൂട്ടും സ്റ്റെമ്മും ലീഫും ഒക്കെ ഇവർക്ക് പ്രസന്റ് ആയിട്ടുണ്ട്. അതുപോലെ റീപ്രൊഡക്ഷൻ നടക്കുന്നത് സ്പോർസ് വീനാണ്, അല്ലെ. സ്പോർസിൽ അവരുടെ ശരീരത്തിലുള്ള പൂമ്പൊടി പോലുള്ള ആ സ്പോറുകൾ മുഖേനയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. വാസ്കുലാർ ടിഷ്യൂസ് ഇവർക്ക് പ്രസന്റ് ആണ്. കുറച്ച് വലിയ പ്ലാന്റ് ആണ്, എന്നാൽ ഒരുപാട് വലിയ സ്ട്രക്ചറും അല്ല, സിമ്പിൾ സ്ട്രക്ചറുമാണ്. എങ്കിലും ഇവർക്ക് ഈ സ്റ്റെമ്മും റൂട്ടും ലീഫും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടങ്ങളിൽ എല്ലായിടത്തേക്കും വാട്ടർ മിനറൽസും എല്ലാം കൊണ്ടുപോകേണ്ടതുള്ളത് കൊണ്ടും ഇവർക്ക് എന്തുണ്ട്, വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ട്. എക്സാമ്പിൾ ലൈക്കോപോഡിയം ആൻഡ് ടെറിസ്. ലൈക്കോപോഡിയം ടെറിസ് നോക്കിയാട്ടെ, ടെറിസ് എന്ന് പറയുന്ന, ടെറിസ് അല്ല ടെറിസ് എന്ന് പറയും കേട്ടോ. ടെറിസ് എന്ന് പറയുന്ന പ്ലാന്റ് നമ്മൾ മിക്കവാറും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ തോടുകളുടെയും അരുവികളുടെയൊക്കെ സൈഡുകളിലും അതുപോലെ തന്നെ പാറക്കെട്ടുകളിലും ഒക്കെ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ടെറിസ് എന്ന് പറയുന്നത്, അല്ലേ. അതുപോലെ ഇത് ടെറിഡോഫൈറ്റയ്ക്ക് എക്സാമ്പിളാണ്. നെക്സ്റ്റ് ജിംനോസ്പെംസ്. Reproductive structure known as cones are present. Even though seeds are formed, they are not embedded fruits. Complex vascular tissues are seen, but xylem vessels are absent. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കോണുകളുണ്ട് ഇവരുടെ ശരീരത്തിൽ. അത് എന്തിനു സഹായിക്കുന്ന, അവരുടെ ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് ഈ കോൺ എന്ന് പറയുന്നത്, അവരുടെ പ്ലാന്റിലുള്ളതാണ്. അതുപോലെ തന്നെ ഇവർക്ക് സീഡ്സ് ഫോം ചെയ്യുന്നുണ്ട്, അല്ലെ. വിത്തുകൾ ഇവർക്ക് രൂപപ്പെടുന്നുണ്ടെങ്കിലും അതിലെന്തില്ലെന്നറിയാവോ, നോട്ട് എംബഡഡ് ഫ്രൂട്ട്സ്. അതിനെ പൊതിഞ്ഞുകൊണ്ട് ഫ്രൂട്ട്സ് കാണപ്പെടുന്നില്ല. വിത്തുകൾ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കും, അതിന് ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാത്ത ഒരു പ്ലാന്റ് ആണിത്. അതുപോലെ തന്നെ ഇവർക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള വാസ്കുലാർ ടിഷ്യൂസ് ഒക്കെ കാണപ്പെടുന്നുണ്ടെങ്കിലും ഇവർക്ക് സൈലം വെസൽസ് ആബ്സെന്റ് ആണ്. എന്ത് വാട്ടറിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന സൈലം വെസൽസ് ആബ്സെന്റ് ആണ്. എക്സാമ്പിൾ നോക്കിയട്ടെ, സൈക്കസ് ആൻഡ് പൈൻ ആണ്. സൈക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗാർഡൻ പ്ലാന്റ് ആയിട്ടൊക്കെ കാണാറുണ്ട് വീടുകളിലൊക്കെ, ചെടിയായിട്ടൊക്കെ ഈ സൈക്കസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ പൈൻ വാലി ഒക്കെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലേ, പൈൻ മരങ്ങൾ. അതൊക്കെ ഈ ജിംനോസ്പെംസിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് ആണ് ആൻജിയോസ്പെംസ്. റീപ്രൊഡക്റ്റീവ് പാർട്സ് ആർ പ്രസന്റ് ഇൻ ദി ഫ്ലവേഴ്സ്. Fruits are seen covering the seeds. Complex vascular tissues are seen. Xylem vessels and tracheids are present.
എക്സാമ്പിൾ ഹിബിസ്കസ്, മാംഗോ ട്രീ, കോക്കനട്ട് ട്രീ, എക്സെട്ര. നമുക്കറിയാം ഇവർക്ക് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഇവരുടെ പൂക്കളിലാണ് അല്ലേ. നമുക്കറിയാം പൂക്കളിൽ പരാഗണം നടക്കുന്ന അല്ലെ പോളിനേഷൻ നടക്കുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആണ് റീപ്രൊഡക്ഷൻ നടക്കുന്നതും. അതുപോലെ തന്നെ ഇവരുടെ സീഡ്സിനെ കവർ ചെയ്തുകൊണ്ട് ഫ്രൂട്ട്സ് ഉണ്ട്. ഇങ്ങനെ ഈ പ്ലാന്റ്സിനെല്ലാം ഫ്രൂട്ട്സ് ഫോം ചെയ്യുന്നുണ്ട് അവരുടെ സീഡ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള വാസ്കുലാർ ടിഷ്യൂസും കാണപ്പെടുന്നുണ്ട്. വലിയ പ്ലാന്റാണിത്. അതുപോലെ സൈലം വെസൽസും ട്രക്കീഡും എല്ലാം ഇവർക്ക് പ്രസൻ്റ് ആയിട്ടുണ്ട്. നമുക്കറിയാം മാംഗോ ട്രീ, കോക്കനട്ട് ട്രീയും ഹിബിസ്കസും ഒക്കെ ഇതൊക്കെ വലിയ പ്ലാന്റുകളല്ലേ. അപ്പോൾ ഇതെല്ലാം കാണപ്പെടുന്നുണ്ട്. ഇനി പേജ് നമ്പർ 148 നമുക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിഫറെൻറ്റ് ഡിവിഷൻസ് ഓഫ് കിങ്ഡം പ്ലാന്റ്. കിങ്ഡം പ്ലാന്റയുടെ ഡിഫറെൻറ്റ് ഡിവിഷൻസ് ഏതൊക്കെയായിരുന്നു? ആൽഗെ, ബ്രയോഫൈറ്റ, ടിറിഡോഫൈറ്റ, ജിംനോസ്പെംസ് ആൻഡ് ആൻജിയോസ്പെംസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പെക്യുലാരിറ്റീസ് ഇൻ റീപ്രൊഡക്ഷൻ. അവരുടെ റീപ്രൊഡക്ഷൻ്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെക്ഷൽ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ആൽഗെ. ആൽഗയിൽ സെക്ഷലും എസെക്ഷലും റീപ്രൊഡക്ഷൻ ഉണ്ട്. ബട്ട് ഇൻ ബ്രയോഫൈറ്റ റീപ്രൊഡക്ഷൻ ഈസ് ഡൺ ബൈ ഗ്യാമേറ്റ്സ്. ബ്രയോഫൈറ്റയിൽ ഗ്യാമേറ്റ്സിലൂടെയും അതുപോലെ സ്പോർട്സിലൂടെയുമാണ് നടക്കുന്നത്. എന്നാൽ ടിറിഡോഫൈറ്റയിൽ ബൈ സ്പോർട്സിലൂടെ മാത്രമാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ആൻഡ് ഇൻ ജിംനോസ്പെംസ് ആൻഡ് ആൻജിയോസ്പെംസിൽ ബൈ സീഡ്സ്, വിത്തുകളിലൂടെയാണ് അവർക്ക് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. എന്നാൽ ആൻജിയോസ്പെംസിൽ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നൊരു പ്രോസസ്സ് കേട്ടിട്ടുണ്ട് അല്ലേ. അവരുടെ കായിക പ്രജനന രീതി, അതായത് അവരുടെ സീഡ്സിലൂടെ മാത്രം വിത്തിട്ട് മാത്രം നമുക്ക് പ്ലാന്റ്സിനെ പുതിയ പ്ലാന്റുകളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയത്തില്ലാത്ത ചില ചെടികളുണ്ട്. അവരവരുടെ വെജിറ്റേറ്റീവ് പാർട്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അവരുടെ സ്റ്റെമ്മോ അല്ലെങ്കിൽ അവരുടെ റൂട്ടിലോ ഒക്കെ ഫോം ചെയ്യുന്ന ബഡ്ഡുകൾ പുതിയ പ്ലാന്റ് ഉണ്ടാകാനായിട്ട് സഹായിക്കുമെന്ന്. നമ്മൾ എക്സാമ്പിൾ വാഴയുടെയൊക്കെ വിത്തുകൾ നമ്മൾ ഫോം ചെയ്യുന്നുണ്ടല്ലേ, വാഴയിൽ നിന്നും ഫോം ചെയ്യുന്നത്. അതൊക്കെ ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെയാണ് ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ അതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ബഡ്സ് മാറ്റി വെക്കുന്ന ഒരുപാട് പ്ലാന്റുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പ്രോസസ്സിന് പറയുന്ന പേര് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ വെജിറ്റേറ്റീവ് പാർട്സ് ഉപയോഗിച്ചിട്ടാണ് അവർ പുതിയ പ്ലാന്റുകളെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന രീതിക്കാണ് ഇങ്ങനെ പറയുന്നത്. വേരുകളിലോ അല്ലെങ്കിൽ അവരുടെ റൂട്ടുകളിലോ അല്ലെങ്കിൽ ഇലകളിലും ഒക്കെ ആയിട്ടായിരിക്കും ഈ രീതി നടക്കുന്നത്. അതുപോലെ നമ്മുടെ പൊട്ടറ്റോയ്ക്കും അതുപോലെ നമ്മുടെ ഷുഗർ കെയിൻ ഉണ്ടല്ലോ, കരിമ്പിലുമെല്ലാം ഈ രീതി നമ്മൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രസൻസ് ഓഫ് വാസ്കുലാർ ടിഷ്യൂസ്. ഇവരുടെ വാസ്കുലാർ ടിഷ്യൂസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയിട്ട്. വാസ്കുലാർ ടിഷ്യൂസ് ആർ ആബ്സെൻറ്റ് ഇൻ ആൽഗെ ആൻഡ് ബ്രയോഫൈറ്റ. ആൽഗയ്ക്കും ബ്രയോഫൈറ്റയ്ക്കും വാസ്കുലാർ ടിഷ്യൂസ് ഇല്ല. എന്നാൽ ഇൻ ടെറിഡോഫൈറ്റ വാസ്കുലാർ ടിഷ്യൂസ് വിത്ത് സിമ്പിൾ സ്ട്രക്ചർ ആർ സീൻ. ടെറിഡോഫൈറ്റയിൽ സിമ്പിളായിട്ടുള്ള വാസ്കുലാർ ടിഷ്യൂസ് കാണപ്പെടുന്നു. ആൻഡ് ജിംനോസ്പെംസ് ആൻഡ് ആൻജിയോസ്പെംസ് ഹാവ് കോംപ്ലക്സ് വാസ്കുലാർ ടിഷ്യൂസ്. ജിംനോസ്പെംസിനും ആൻജിയോസ്പെംസിനും കോംപ്ലക്സ് ആയിട്ടുള്ള വാസ്കുലാർ ടിഷ്യൂസുമാണ് കാണപ്പെടുന്നത്. ഇനി ഒരു കാര്യം കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഡിഫറൻസ് ഇൻ ക്ലാസിഫിക്കേഷൻ. നോക്കിയട്ടെ. എയർലിയർ ദ കിങ്ഡം പ്ലാന്റ് വാസ് ക്ലാസിഫൈഡ് ഇൻടു 5 കിങ്ഡംസ്: താലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പെംസ് ആൻഡ് ആൻജിയോസ്പെംസ്. ആൽഗെ ആൻഡ് ഫംഗി were included in താലോഫൈറ്റ. However, in subsequent classification system, fungi were placed in a separate kingdom based on their unique characteristics. In many modern classification systems, some algae are included in the kingdom Protista. Algae which are share many characteristics with the plants are still classified with the kingdom Plantae. അതായത് ആദ്യകാലത്ത് നമ്മുടെ കിങ്ഡം പ്ലാന്റ് താലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടിറിഡോഫൈറ്റ, ജിംനോസ്പെംസ് ആൻഡ് ആൻജിയോസ്പെംസ് എന്നായിരുന്നു ക്ലാസിഫൈ ചെയ്തിരുന്നത്. അങ്ങനെ 5 ഡിവിഷനായിട്ടായിരുന്നു ക്ലാസിഫൈ ചെയ്തിരുന്നത്. എന്നാൽ ഈ താലോഫൈറ്റ ഉണ്ടല്ലോ, താലോഫൈറ്റയിൽ ആൽഗകളും ഫംഗസുകളും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് വന്ന ക്ലാസിഫിക്കേഷനുകളിൽ ഈ ഫംഗസുകളെ അവയുടെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ വേറെ പ്രത്യേക കിങ്ഡത്തിലോട്ട് ഉൾപ്പെടുത്തി. അങ്ങനെ പുതിയ ക്ലാസിഫിക്കേഷൻ വന്നപ്പോഴാണ് പലതിലും നമ്മൾ ഈ ആൽഗകളെ അതുപോലെ തന്നെ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരെ നമ്മൾ എന്തിനെ ഉൾപ്പെടുത്താറുണ്ട്? ആൽഗകളെ ഉൾപ്പെടുത്തി കാണുന്നുണ്ട് കേട്ടോ, ചില ക്ലാസിഫിക്കേഷനുകളിലൊക്കെ. അതുപോലെ തന്നെ സസ്യങ്ങളുമായിട്ട് ധാരാളം സവിശേഷതകൾ ഉള്ളതിനാൽ തന്നെ ആൽഗകളെ കിങ്ഡം പ്ലാന്റയിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്ന അങ്ങനെയും ക്ലാസിഫൈ ചെയ്ത് നമ്മൾ കാണാറുണ്ട്. പിന്നീട് കൊടുത്തിരിക്കുന്നത് നമുക്കിപ്പം പ്ലാന്റുകളെ കുറിച്ച് കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലാസിഫിക്കേഷനൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഹെർബേറിയം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹെർബേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റിൻ്റെയൊക്കെ കളക്ഷൻ ഓഫ് പ്ലാന്റ് സാമ്പിൾസ് ആണ് പ്രിസർവ്ഡ് ഫോർ ലോങ് ടേം സ്റ്റഡിക്ക് വേണ്ടിയിട്ട്, യൂഷ്വലി ഓൺ ദ ഫോംസ് ഓഫ് ഡ്രൈഡ് ആൻഡ് പ്രസ്ഡ് പ്ലാന്റ്സ് മൗണ്ടഡ് ഓൺ പേപ്പർ എന്നാണ്. അതായത് ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു പേപ്പറിനകത്ത് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ സാമ്പിളുകളെല്ലാം പ്രിസർവ് ചെയ്തിട്ട് ഒരുപാട് കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിസർവ് ചെയ്ത് പേപ്പറിൽ ഒട്ടിച്ച് ഒരു ബുക്ക് പോലെ അതിനെ അല്ലെങ്കിൽ പേപ്പറുകളിലായിട്ട് ഒട്ടിച്ച് ഇതിനെ കുറേ വർഷത്തേക്ക് ഡ്രൈ ആക്കിയിട്ട് നമ്മളതിനെ കുറേ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിനാണ് നമ്മൾ പറയുന്ന ആ ഒരു പ്രോസസ്സിനെ വെക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹെർബേറിയം എന്ന് പറഞ്ഞത്. അവിടെ ഒരു ഹെർബേറിയത്തിൻ്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ഹെർബേറിയം തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ പഠിച്ചതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക്
കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോകൾ പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്